രാവ് പകലാക്കിയ രക്ഷാദൌത്യത്തിനൊടുവിൽ കൊച്ചി മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്തി. പുലർച്ചെ 2 മണിയോടെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പൂച്ചയുമായി താഴെ ഇറങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് സാക്ഷിയായി നിന്നവർ ആഹ്ലാദാരവങ്ങളോടെയാണ് സുഭാഷ് എന്ന ചെല്ലപ്പേരിട്ട പൂച്ചയെ സ്വീകരിച്ചത്. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയിലെ അവസാന രംഗത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അരങ്ങേറിയ സംഭവം. രണ്ടാഴ്ചയായി മെട്രോ പില്ലറിൽ കുടുങ്ങിക്കിടന്നിരുന്ന പൂച്ചയെ വീണ്ടെടുക്കാൻ ഫയർഫോഴ്സിന്റെ കഠിന പ്രയത്നം. മെയിൻ എൻട്രൻസ് വഴിയാണ് പൂച്ച മെട്രോ പില്ലറിലെത്തിയതെന്ന് അധികാരികൾ പറയുന്നു. ഇതിനു മുമ്പ് 2 തവണ ഇതേപോലെ തന്നെ മെട്രോ സ്പാനിന്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ കൊല്ലം ആലുവയെന്നും കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം വൈറ്റിലെന്നുമാണ്. പക്ഷെ ഇത്രയും വലിയ സ്പാനിന്റെ മുകളിൽ ഇത്രയും ഹൈറ്റിൽ ആദ്യമായിട്ടാണ്. ഇത് എങ്ങനെ വന്നെന്ന് വെച്ചാൽ വരുന്നത് മെയിൻ എൻട്രൻസ് കൂടെ കയറി അത് നേരെ പാലത്തിൽ കൂടെ കയറി ജമ്പ് ചെയ്തേക്കണം. അല്ലാതെ ഒരു കാരണവശാലും അതിനെ ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താനും പറ്റില്ല. പിന്നെ ഒരു ജീവനോടുള്ള കരുതലായത് കാരണം ഇതിനെങ്ങനെയും രക്ഷപ്പെടുത്തണമെന്നായി. പലയാവർത്തി ഫയർഫോഴ്സ് ഇതിന് പരിശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. രാത്രി 11-ന് മെട്രോ സർവീസ് നിർത്തിയ ശേഷമാണ് ദൗത്യം പുനരാരംഭിച്ചത്. ഒടുവിൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. മഞ്ഞുമ്മൽ ബോയ്സിലെ സുഭാഷ് എന്ന വിളി വീണ്ടും അവിടെ പുനരാവിഷ്കരിച്ചു. വിജയകരമായി പൂർത്തീകരിച്ച ശേഷം തോപ്പുംപടി മൃഗാശുപത്രിയിലേക്ക് പൂച്ചയെ മാറ്റി. ഒരു ജീവന് എത്രത്തോളം വിലയുണ്ട് എന്ന് കാണിച്ചു തരുന്നതായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലെ കേരള ഫയർഫോഴ്സിന്റെ അടക്കമുണ്ടായിരുന്ന പ്രകടനം. ഇനി സുഭാഷ് എന്ന പൂച്ച വീണ്ടും ജീവിതത്തിലേക്ക്. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിഷ്ണുവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.